അല്ല 2019 മുതൽ സർക്കാരിന് അറിയുമായിരുന്ന ബോധ്യമുണ്ടായിരുന്ന കാര്യങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നും ചെയ്തിട്ടില്ല. നാളെ വളരെ ഗുരുതരമായ ക്രൈമാണ് എന്ന് പറഞ്ഞ് നാളെ സർക്കാരിനോട് കോടതി കേസെടുക്കാൻ ഉത്തരവിട്ടാൽ എന്തുകൊണ്ട് ഇത്ര കാലം കേസെടുക്കാതെ ഇത് ഭരണത്ത് വെച്ചു എന്നതിനും കൂടി ഉത്തരം പറയേണ്ടി വരും. ആർജവത്തോടുകൂടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അങ്ങനെ തന്നെ പറയണം. അതിന്റെ കീഴിലുള്ള പോലീസ് അറസ്റ്റ് ഉൾപ്പെടെയും അതേപോലെ കേസ് ചുമത്തുക ഉൾപ്പെടെയുള്ള നടപടികൾ മുഖം നോക്കാതെ സ്വീകരിച്ചപ്പോൾ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. ലളിതമായ ഭാഷയിൽ ആങ്കറും പ്രേക്ഷകരും മനസ്സിലാക്കേണ്ടത് പോക്സോ കേസിലെ പ്രതിയാണ് സിനിമാ താരം കൂടിയായിട്ടുള്ള ശ്രീജിത്ത് രവി. പോക്സോ കേസിലെ പ്രതിക്ക് പാല് കുടിക്കാനും അയാളുടെ മക്കൾ സ്കൂളിൽ പോകാനും അവർക്ക് ഫീസ് കൊടുക്കാനുള്ള അവകാശത്തിന് വേണ്ടി രാഹുൽ ഈശ്വർ വാദിക്കുകയാണ്. ആ പോക്സോ കേസിൽ ഇരയാകേണ്ട വന്ന കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് രാഹുൽ ഈശ്വറിന് പൊള്ളലില്ല അല്ലേ? നമ്മുടെ നാട്ടിലെ സിനിമാ നടി പരാതി കൊടുത്തു വെർബൽ ഡയറിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തിയ അന്തസ്ത് കെട്ട ഒരുവനാണ് സൂരജ് പാലാക്കാരൻ. അവന്റെയൊക്കെ വെർബൽ ഡയറിയക്ക് വിധേയമാക്കപ്പെട്ട് സമൂഹ മാധ്യമത്തിൽ തകർന്ന് തരിപ്പണമാകേണ്ട വന്ന ഒരു സ്ത്രീയുടെ, ഒരു സിനിമാ നടിയുടെ പരാതിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സന്ദേഹമില്ല. നമ്മുടെ നാട്ടിൽ മറ്റൊരു സ്ത്രീ പരാതി കൊടുത്തപ്പോൾ പ്രതിയായ ആളാണ് ചാന്തിവിള ദിനേശ് അല്ലെ? ചാന്തിവിള ദിനേശ് പാല് കുടിക്കാനും വെള്ളം കുടിക്കാനുള്ള അവകാശത്തെ കുറിച്ചൊക്കെ രാഹുൽ ഈശ്വറിന് സന്ദേഹമുണ്ട്. പക്ഷേ അയാളുടെ വെർബൽ ഡയറിയക്കും അയാളുടെ വൃത്തികേടുകൾക്കും അവാസ്തവമായ പ്രചരണങ്ങൾക്കും ഇരയാകേണ്ട വന്ന ഒരു സ്ത്രീയുടെ പരാതികൾക്ക്, അവരുടെ സന്ദേഹങ്ങൾക്ക് രാഹുൽ ഈശ്വറിന്റെ മുമ്പിൽ വിലയില്ല അല്ലെ? ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ മുമ്പിൽ, അതായത് തലയിൽ ആൾതാമസമുള്ള മനുഷ്യരുടെ മുമ്പിൽ വില പോകുന്ന വാദങ്ങളല്ല എന്ന് മിനിമം ബുദ്ധി അങ്ങ് മനസ്സിലാക്കണം. പിന്നെ കോൺഗ്രസ് പ്രതിനിധി അങ്ങയുടെ വാചകവും അങ്ങയുടെ വാചക കസർത്തും ഒക്കെ ഗംഭീരമായി. അതായത് കോഴിയുടെ സംരക്ഷണത്തെ കുറിച്ച് കുറുക്കൻ ഗവേഷണ പ്രബന്ധം അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടം നിർബന്ധമായും എറണാകുളത്താണെന്ന് അങ്ങയുടെ സ്ഥലം. വണ്ടി വിട്ടോ